വെൽക്കം ബാക്ക് ടു എൻചാന്റഡ് ലേണിംഗ് ഹിസ്റ്ററി വിനാസക്കാലൻ. അപ്പൊ നമ്മള് കേരള നവോത്ഥാനത്തിലെ വനിതകളുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് കുറച്ച് ക്ലാസ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ ക്ലാസ്. PSCയുടെ മിക്ക പരീക്ഷകൾക്കും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണിത്. അപ്പൊ നമുക്ക് നോക്കാം, ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത് ആര്യ പള്ളം എന്ന് പറയുന്ന കേരള നവോത്ഥാനത്തിലെ പ്രമുഖയായ ഒരു വനിതയെ കുറിച്ചാണ്. അപ്പൊ ആര്യ പള്ളം ജനിച്ചത് 1908 എന്ന് ഓർത്തു വെക്കുക. സ്ത്രീ വിമോചന അല്ലെങ്കിൽ ആദ്യകാലത്തെ സ്ത്രീ വിമോചന പ്രവർത്തകയിൽ ഒരാളായിരുന്നു ആര്യപ്പള്ളം. കേരളത്തിലെ ആദ്യകാല സ്ത്രീ വിമോചന പ്രവർത്തകരിൽ ഒരാളായിരുന്നു ആര്യപ്പള്ളം. അവർ ജനിച്ചത് 1908 ഓർത്തു വെക്കുക. ഇനി അവരുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങളിലേക്ക്, ഈ സേവനങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് നോക്കാം. പ്രാദേശിക ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങളിലൂടെയാണ് അവർ പൊതുരംഗത്തേക്ക് പ്രവേശിച്ചത്. അപ്പൊ പ്രാദേശിക ഹരിജന ഉദ്ധാരണ പ്രവർത്തനങ്ങളിലൂടെയാണ് അവർ പൊതുരംഗത്തിലേക്ക് പ്രവേശിച്ചത് മനസ്സിലാക്കുക. ഇനി വിധവാ വിവാഹം, മിശ്രവിവാഹം, പന്തിഭോജനം എന്നിവയ്ക്കെല്ലാം നേതൃത്വം കൊടുത്തവരുടെ മുൻനിരയിൽ നിന്നൊരു വ്യക്തിത്വം കൂടിയാണ് ആര്യപ്പള്ളം എന്ന് ഓർത്തുവെക്കുക. വിധവാ വിവാഹം, അതുപോലെ തന്നെ മിശ്രവിവാഹം, പന്തിഭോജനം തുടങ്ങിയ നേതൃനിരയിൽ പ്രവർത്തിച്ച വ്യക്തിത്വമാണ് ആര്യപ്പള്ളം എന്ന് ഓർത്തുവെക്കുക. ഇനി യോഗക്ഷേമ സഭയുടെ പ്രവർത്തകയായിരുന്നു ഇവർ. അപ്പൊ യോഗക്ഷേമ സഭയുടെ പ്രവർത്തകയായിരുന്നു ഇവർ. വിധവാ വിവാഹം, മിശ്രവിവാഹം, പന്തിഭോജനം തുടങ്ങിയവരുടെ നേതൃനിരയിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ് ഇവിടെ ഓർത്തുവെക്കുക. അടുത്ത VT ഭട്ടതിരിപ്പാടിന്റെ ആഹ്വാനത്തെ തുടർന്ന് മറക്കുട ബഹിഷ്കരണ യാത്ര, അത് പാർവതി നിയമനങ്ങളോടൊപ്പം ആ യാത്രയ്ക്ക് നേതൃത്വം നൽകി അല്ലെങ്കിൽ യാത്രയിൽ പങ്കെടുത്ത വ്യക്തിത്വം കൂടിയാണ് ആര്യപ്പള്ളം എന്ന് ഓർത്തുവെക്കുക. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സ്ത്രീ സ്വാതന്ത്ര്യത്തിനായി അന്തഃപുര മർദ്ദനേഷണം എന്ന പ്രമേയം അവതരിപ്പിച്ചു. അപ്പൊ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അന്തഃപുര മർദ്ദനേഷണം എന്ന പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ചോദിച്ചത്? ആര്യപ്പള്ളമാണെന്ന് ഓർത്തുവെക്കുക. അതുപോലെ കാതുകുറി പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചത് അല്ലെങ്കിൽ കാതുകുറി പ്രസ്ഥാനം നേതൃത്വം കൊടുത്തതും ആര്യപ്പള്ളമാണെന്ന് ഓർത്തുവെക്കുക. അപ്പൊ മനസ്സിലാക്കേണ്ട കുറച്ച് ഫാക്ട്സ് എന്തൊക്കെയാണ്? ആര്യപ്പള്ളം എന്ന് പറയുന്നത് 1908 ജനിച്ചത്. അതുപോലെ കേരളത്തിലെ ആദ്യകാല സ്ത്രീ വിമോചന പ്രവർത്തകരിൽ ഒരാളായിരുന്നു ആര്യപ്പള്ളം. ഇനി പ്രാദേശിക ഹരിജനോദ്ധാര പ്രവർത്തനങ്ങൾ അതിന് മുൻകൈ എടുത്തുകൊണ്ട് അവർ സേവന രംഗത്തേക്ക് അല്ലെങ്കിൽ പൊതുരംഗത്തേക്ക് പ്രവർത്തനം അല്ലെങ്കിൽ അവരുടെ സേവനം ആരംഭിച്ചത്. പൊതുരംഗത്തെ പ്രവർത്തനം അല്ലെങ്കിൽ സേവനം ആരംഭിച്ചത് പ്രാദേശിക ഹരിജ ഉദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടുകൂടിയാണ്. അതിലൂടെയാണ്. ഇനി യോഗക്ഷേമ സഭയുടെ നേതൃത്വത്തിൽ അവർ വിധവാ വിവാഹം, മിശ്ര വിവാഹം, പന്തിഭോജനം എന്നിവയ്ക്കൊക്കെ നേതൃത്വം നൽകിയിരുന്നു. അതുപോലെ VT ഭട്ടതിരിപ്പാടിന്റെ ആഹ്വാനത്തെ തുടർന്ന് മറക്കുട ബഹിഷ്കരണ യാത്രയിൽ പാർവതി നെയ്മേലി മംഗലത്തോടൊപ്പം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ആര്യപ്പള്ളം എന്ന് ഓർത്തുവെക്കാം. അപ്പോൾ അവരുടെ സാന്നിധ്യം എവിടെയുണ്ട്? മറക്കുട ബഹിഷ്കരണ യാത്രയിൽ, അതായത് ആര്യപ്പള്ളം മറക്കുട ബഹിഷ്കരണ യാത്രയിൽ പങ്കെടുത്തു എന്ന് ഓർത്തുവെക്കാം. ഇനി സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അന്തഃപുര മർദ്ദനേഷണം എന്ന പ്രമേയം അവതരിപ്പിച്ച കേരള നവോത്ഥാനത്തിലെ വനിത ആരംഭിച്ചത് ആര്യപ്പള്ളമാണ്. അതുപോലെ തന്നെ കാതുകുറി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ആര്യപ്പള്ളമെന്ന് ഓർത്തുവെക്കുക. അപ്പൊ ആര്യപ്പള്ളത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോയിന്റ്സുകൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. ബാക്കി പോയിന്റ്സുകൾ നോക്കാം. അടുത്ത മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ആര്യപ്പള്ളത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? സ്ത്രീ വിമോചനം അല്ലെങ്കിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എന്താണ്? സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് അന്തഃപുര മർദ്ദനേഷണം എന്ന പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. അടുത്തത് ആര്യപ്പള്ളത്തെ കുറിച്ച് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, കേളപ്പൻ നയിച്ച ഐത്തോച്ചാടന യാത്രയ്ക്ക് സ്വീകരണം നൽകി അതുപോലെ തന്നെ അവർക്ക് മിശ്രഭോജനം വഴി ഭക്ഷണം നൽകുകയും ചെയ്ത വ്യക്തിത്വമാണ് ആര്യപ്പള്ളം. കേളപ്പൻ നയിച്ച ഐത്തോച്ചാടന യാത്രയ്ക്ക് സ്വീകരണം നൽകുകയും അവർക്ക് മിശ്രഭോജനം വഴി ഭക്ഷണം നൽകിയ നവോത്ഥാന നായികയാണ് ആര്യപ്പള്ളം. ഇനി മനസ്സിലാക്കേണ്ടത് 1947-48 കാലഘട്ടത്തിലെ പാലിയം സത്യാഗ്രഹത്തിൽ ബ്രാഹ്മണ യുവതികളെ നയിച്ചത്. അപ്പൊ പാലിയം സത്യാഗ്രഹത്തില് 1947-48 കാലഘട്ടത്തിലെ പാലിയം സത്യാഗ്രഹത്തിൽ ബ്രാഹ്മണ യുവതികളെ നയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആര്യപ്പള്ളമെന്ന് ഓർത്തുവെക്കുക. അപ്പൊ ബ്രാഹ്മണ യുവതികളെ നയിച്ചത് ആര്യപ്പള്ളമായിരുന്നു. ഇനി രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് രോഗവും പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ കഷ്ടപ്പെടുന്ന പാവങ്ങൾക്ക് ഭക്ഷണവും മരുന്നും നൽകുന്നതിന് മുൻനിര നിന്ന വ്യക്തിത്വം ആരായിരുന്നു വെച്ചാൽ അത് ആര്യപ്പള്ളമെന്ന് ഓർത്തുവെക്കാം. അതിനു വേണ്ടിയിട്ട് അവര് ഒരു യാചന യാത്ര സംഘടിപ്പിച്ചു. അപ്പൊ എന്താണ്? ഈ രണ്ടാം ലോക മഹായുദ്ധത്തിലെ കെടുതികളെല്ലാം രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ ഭക്ഷണവും അവർക്ക് പാർപ്പിടവും ദാരിദ്ര്യവും കഷ്ടപ്പെടുന്നവർക്ക് ഭക്ഷണം രോഗമുക്തിയൊക്കെ വേണ്ടിയിട്ട് ഭക്ഷണം മരുന്നൊക്കെ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു യാചന യാത്ര സംഘടിപ്പിച്ചത് ആരാണെന്ന് വെച്ചാൽ അത് ആര്യപ്പള്ളമാണ് ഓർത്തത്. അപ്പൊ ആര്യപ്പള്ളം യാചന യാത്ര സംഘടിപ്പിച്ചത് രണ്ടാം ലോക മഹായുദ്ധത്തിലെ തുടർന്ന് കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് ഭക്ഷണവും അതുപോലെ തന്നെ മരുന്നും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യാചനയാത്ര ആര്യപ്പള്ളം നടത്തിയത്. ഇനി വള്ളവനാട്ടിലെ അധികൃതർക്ക് വഴി നടത്താനും അതുപോലെ ക്ഷേത്രങ്ങളിൽ ആരാധന നടത്താനുള്ള പ്രക്ഷോഭങ്ങൾ നയിച്ചവരിൽ പ്രമുഖയാണ് ആര്യപ്പള്ളം. അപ്പൊ ആര്യപ്പള്ളം
വള്ളുവനാട്ടിലെ അധികൃതർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ്. അവർക്ക് ക്ഷേത്രത്തിൽ സന്ദർശിക്കാനും വഴി നടക്കാനും ഒക്കെ ഉള്ള അവകാശം കൊടുക്കുന്നതിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ് ആര്യപ്പള്ളം. അതുകൊണ്ട് അവരെ വള്ളുവനാടിന്റെ അമ്മയെന്ന് കൂടെ വിശേഷിപ്പിക്കപ്പെട്ടു. വള്ളുവനാടിന്റെ അമ്മയെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആരാണ്? ആര്യപ്പള്ളം എന്ന് ഓർത്തു വയ്ക്കാം. അപ്പൊ എന്തൊക്കെ പോയിന്റ്സ് ആണ്? ആര്യപ്പള്ളം ജനിച്ചത് 1908 മനസ്സിലാക്കി. അതുപോലെ കേരളത്തിലെ ആദ്യകാലത്തെ സ്ത്രീ വിമോചക പ്രവർത്തകരിൽ ഒരു വ്യക്തിത്വമാണ് ആര്യപ്പള്ളം. ഇനി ഈ കേരളത്തിലെ സ്ത്രീ വിമോചന പ്രവർത്തകരിലെ ഒരു വ്യക്തിത്വമാണ് ആര്യപ്പള്ളം എന്ന് പറഞ്ഞു. 1908 ജനിച്ചത്. പിന്നെ അവർ പൊതുരംഗത്ത് പ്രവേശിക്കുന്നത് പ്രാദേശിക ഹരിതോദ്യാന പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തുകൊണ്ടാണ് പൊതുരംഗത്ത് പ്രവേശിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ യോഗക്ഷേമ സഭയുടെ നേതൃത്വത്തിൽ വിവാഹം അല്ലെങ്കിൽ മിശ്ര വിവാഹം, അതുപോലെ തന്നെ പന്തി ഭോജനം തുടങ്ങിയ നേതൃനിലയിൽ പ്രവർത്തിച്ച വ്യക്തിത്വമാണ് ആര്യപ്പള്ളം. ഇനി VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തില് VT ഭട്ടതിരിപ്പാടിന്റെ ആഹ്വാനത്തെ തുടർന്ന് മറക്കുട ബഹിഷ്കരണ യാത്രയിൽ പാർവതി നേമേനി ബന്ധത്തോടൊപ്പം ആര് പങ്കെടുത്തു? ആര്യപ്പള്ളം പങ്കെടുത്തു എന്ന് മനസ്സിലാക്കുക. ഇനി സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അന്തപ്പുര മർദ്ദനേശനം എന്ന പ്രമേയം അവതരിപ്പിച്ചു. അന്തപ്പുരം മർദ്ദനേശനം എന്ന പ്രമേയം സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവതരിപ്പിച്ചത് അത് ആര്യപ്പള്ളമാണ്. അതുപോലെ തന്നെ കാതൂർ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതും ആരാണെന്ന് വെച്ചാൽ അത് ആര്യപ്പള്ളമാണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി മനസ്സിലാക്കേണ്ടത് കെ കേളപ്പൻ ഐത്തോച്ചാറിന് യാത്ര നടത്തി അതിന് സ്വീകരണം നൽകുകയും അവർക്ക് മിശ്രഭോജന ഭക്ഷണം നൽകുകയും വ്യക്തിത്വമാണ് ആര്യപ്പള്ളം എന്ന് ഓർത്തു വയ്ക്കാം. ഇനി 1947-48 കാലഘട്ടത്തിൽ പാലിയം സത്യാഗ്രഹത്തില് ബ്രാഹ്മണ യുവതികൾ ബ്രാഹ്മണ യുവതികളെ നയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ആര്യപ്പള്ളമാണെന്ന് ഓർത്തു വയ്ക്കാം. ഇനി രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ആളുകൾക്ക് അല്ലെങ്കിൽ കഷ്ടത അനുഭവിച്ച ആളുകൾക്ക് മരുന്ന് ഭക്ഷണമൊക്കെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് യാചനയാത്ര നടത്തിയതും ആരാണെന്ന് ചോദിച്ചത് ആര്യപ്പള്ളമാണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഇവിടെ വള്ളുവനാട്ടിലെ അധികൃതർക്ക് വഴി നടക്കാനും അതുപോലെ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് ആര്യപ്പള്ളം. അതുകൊണ്ട് അവരെ വള്ളുവനാടിന്റെ അമ്മയെന്ന് കൂടെ വിശേഷമുണ്ടെന്നൂടെ ഓർത്തു വയ്ക്കുക. അപ്പൊ ഇത്രയും ഫാക്ട്സ് ആണ് നമ്മൾ ആര്യപ്പള്ളത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് ക്ലിയർ എന്ന് വിശ്വസിക്കുന്നു. അടുത്ത മറ്റൊരു നവോത്ഥാന കൂടി മനസ്സിലാക്കാം. അപ്പൊ നോക്കാം, അടുത്ത മനസ്സിലാക്കാൻ പോകുന്ന നവോത്ഥാന നായിക ആരാണ്? കെ ചിന്നമ്മയാണ്. കെ ചിന്നമ്മയെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനായ നീലകണ്ഠ തീർത്ഥ ഫാദർ സ്വാമികളുടെ ശിഷ്യയായിരുന്നു കെ ചിന്നമ്മ. അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനായ നീലകണ്ഠ തീർത്ഥ ഫാദർ സ്വാമികളുടെ ശിഷ്യയായിരുന്നു കെ ചിന്നമ്മ. 1883 തിരുവനന്തപുരത്താണ് അവർ ജനിച്ചത്. ഇനി അവർ സാമൂഹ്യ പ്രവർത്തകയായിരുന്നു. അഗതി മാത എന്ന വിശേഷമാണ് അവർക്കുണ്ടായിരുന്നത്. ഇനി വനിതകളുടെ സ്വാതന്ത്ര്യത്തിനും അതുപോലെ വിദ്യാഭ്യാസത്തിനും തൊഴിൽ പരിശീലനത്തിനും പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമായിരുന്നു കെ ചിന്നമ്മ എന്ന് ഓർത്തു വയ്ക്കാം. ഇനി തിരുവനന്തപുരത്ത് അനാഥരായ പെൺകുട്ടികളെ താമസിപ്പിച്ച് പഠിപ്പിക്കുന്നതിനും അവർക്ക് ആവശ്യമായിട്ടുള്ള തൊഴിൽ പരിശീലനം കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് മഹിളാ മന്ദിരം സ്ഥാപിച്ച ആരാണ്? കെ ചിന്നമ്മയാണെന്ന് ഓർത്തു വയ്ക്കാം. ഇനി രവിവാര പാഠശാലകൾ സ്ഥാപിച്ചു. അതുപോലെ വനിതാ സമാജങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ കരകൾ തോറും രവിവാര പാഠശാലകൾ സ്ഥാപിക്കുകയും വനിതാ സമാജങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തത് കെ ചിന്നമ്മയാണ്. അതുപോലെ തന്നെ നായർ സർവീസ് സൊസൈറ്റിയുടെ സമ്മേളനത്തിൽ ഒരു വനിതാ വിഭാഗത്തെ കൂടി ഉൾപ്പെടുത്തിയത് ചിന്നമ്മയുടെ പ്രവർത്തന ഫലമാണെന്ന് കൂടെ ഓർത്തു വയ്ക്കുക. അപ്പൊ കെ ചിന്നമ്മ എന്ന് പറയുന്നത് കേരള നവോത്ഥാനത്തിലെ മറ്റൊരു നായികയാണ്. അപ്പൊ നമുക്ക് പഠിക്കേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനായ നീലകണ്ഠ തീർത്ഥ ഫാദർ സ്വാമികളുടെ ശിഷ്യയായിരുന്നു കെ ചിന്നമ്മ. ഇനി 1983 തിരുവനന്തപുരത്താണ് അവർ ജനിക്കുന്നത്. ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനായ നീലകണ്ഠ തീർത്ഥ ഫാദർ സ്വാമികളുടെ ശിഷ്യയായിരുന്നു കെ ചിന്നമ്മ. 1983 തിരുവനന്തപുരത്താണ് ജനിക്കുന്നത്. ഇനി അവരുടെ മനസ്സിലാക്കുകയാണെങ്കിൽ പഠിക്കേണ്ടതായിട്ട് വസ്തുത എന്തൊക്കെയാണ്? അവർ സാമൂഹ്യ പ്രവർത്തകയായിരുന്നു. അവരെ അഗതി മാത എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഇനി അവർ വനിതകളുടെ സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിത്വമാണ്. ഇനി അവർ അനാഥരായ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അല്ലെങ്കിൽ അവർ പാർപ്പിക്കുന്നതിനും അവർ വിദ്യാഭ്യാസം കൊടുക്കുന്നതിനും തൊഴിൽ പരിശീലനം നൽകുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരു മഹിളാ മന്ദിരം തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് കെ ചിന്നമ്മയുടെ നേതൃത്വത്തിലാണ് മനസ്സിലാക്കുക. ഇനി രവിവാര പാഠശാലകൾ സ്ഥാപിച്ചു. അതുപോലെ വനിതാ സമാജങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്ത കെ ചിന്നമ്മയാണ്. ഇനി അവരുടെ പ്രവർത്തന ഫലമായിട്ടാണ് നായർ സർവീസ് സൊസൈറ്റി സമ്മേളനത്തെ ഒരു വനിതാ വിഭാഗത്തെ കൂടെ ഉൾപ്പെടുത്തിയത്. ചിന്നമ്മയുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇവിടെ ഓർത്തു. അപ്പൊ ഈ രണ്ട് വ്യക്തിത്വത്തെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. കേരള നവോത്ഥാനത്തിലെ പ്രമുഖ വ്യക്തികളിൽ ആരൊക്കെയാണ്? കെ ചിന്നമ്മയും അതുപോലെ തന്നെ നമ്മുടെ ആര്യപ്പള്ളത്തെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. അപ്പൊ ഈ ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക. അതനുസരിച്ച് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ക്ലാസ്സുകൾ കാണുക, കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിന് വെയിറ്റ് ചെയ്യുക. Bye from me. Thank you.